ഹലോ നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹബിലേക്ക് സ്വാഗതം. ഞാൻ പ്രീത ധനപാൽ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ്സിനെ കുറിച്ച്. അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചും. കുറേ ആൾക്കാർ എന്നോട് ഡൗട്ട് ചോദിച്ചു എന്നെ വിളിച്ചിട്ട്. അവർക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ട് ഈ ക്ലാസ്സിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ഞങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട എന്നൊക്കെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. അത്യാവശ്യമായിട്ടും വേണ്ട കാര്യങ്ങൾ, ഒരു 1/2 മീറ്റർ തുണി ഫസ്റ്റ് ഡേയിൽ വേണം കേട്ടോ. 1/2 മീറ്റർ തുണി വേണം, ഒരു കത്രിക വേണം, ഒരു പിന്നെ ടേപ്പ് വേണം, ഒരു മാർക്കർ വേണം, ഒരു നോട്ട്ബുക്ക് വേണം. നോട്ട്ബുക്കും പേരെയും നിങ്ങൾ കരുതണമെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കാരണം ഓൺലൈൻ ക്ലാസ് അല്ലേ, നിങ്ങൾക്ക് ഇപ്പം ഞാൻ നമ്മുടെ ഷോപ്പിൽ തന്നെ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്കത് ചോദിക്കാൻ പറ്റും. പക്ഷേ പിറ്റേ ദിവസം ഈ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഡൗട്ട് നമ്മൾ പിറ്റേ ദിവസം ചോദിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ക്ലാസ്സിലേക്ക് വീണ്ടും പോകും. അപ്പോൾ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലാസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് ഈ നോട്ട് കൊണ്ടുള്ള ഉപകാരം വേറൊന്നും കൂടിയുണ്ട്. നിങ്ങൾക്ക് നാളെ കുറച്ച് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, പഠിപ്പിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ആദ്യം തൊട്ടുള്ളത് അവസാനം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരാളെ പഠിപ്പിക്കുമ്പോൾ. അപ്പം അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കുട്ടികളെല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എല്ലാവർക്കും ഒരു വരുമാനമൊക്കെ വേണമല്ലോ. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട്. ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ശരിക്കും സ്റ്റിച്ചിങ് രംഗത്ത് വന്നിട്ട് 35 വർഷമായി. ഞാൻ ബ്യൂട്ടീഷ്യൻ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് പകർന്നു കൊടുക്കാൻ പറ്റിയ വളരെ ഉപകാരമാണ്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ കൂടി ആ ഒരു രീതിയിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള അറിവ് മറ്റൊരാൾ കൂടി പകർന്നു കൊടുക്കുമ്പോൾ അറിവ് വർദ്ധിക്കുകയുള്ളൂ. ഒരു കാരണവശാലും അത് കുറഞ്ഞു പോയില്ല, കൂടുകയോ ചെയ്യുള്ളൂ. അപ്പം ഒരാൾ കൂടി പകർന്നു കൊടുക്കുക. നാളെ നമ്മൾ വീണ് നമുക്ക് ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസരം വരുമോ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയാലും നമുക്ക് മറ്റൊരാൾക്ക് ഇത് പകർന്നു കൊടുത്താൽ അവരുടെ ഉള്ളിലുണ്ടാവുമല്ലോ എന്നെ ഇന്നയാൾ ഇതൊക്കെ പഠിപ്പിച്ചു തന്നതാണെന്നുള്ളൊരു ഓർമ്മ. അല്ലെങ്കിൽ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങളും അതേപോലെ ആയിത്തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ പറയുന്ന രീതികൾ ആർക്കെങ്കിലും മനസ്സിലാകാതെ വരുവാണ്. പറയാനുള്ള കാരണം ഞാൻ മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും 2 പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴിക്കോടുകാരുടെ ഒരു സ്ലാങ് ഒന്ന് വേറെയാണ്, മലപ്പുറംകാരുടെ സ്ലാങ്ങും വേറെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അതേപോലെ തന്നെ നമ്മളുടെ സ്ലാങ്ങിനും വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പറയുന്നവർക്ക് മനസ്സിലായില്ല എങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്നെ ഫോൺ ചെയ്ത് ആ കാര്യങ്ങൾ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ വരിക. ഗ്രൂപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാൻ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, 15 പേര് കൂടി ഇപ്പോൾ നമ്മളുടെ അത്രയും കുട്ടികളിൽ നിന്ന് 15 പേര് കൂടി കഴിഞ്ഞ ദിവസം എനിക്ക് നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ കോഴിക്കോട് നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടീനോട് പറഞ്ഞ പഠിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ വളരെ മുമ്പേ തന്നെ ഇതിനോടൊരു പാഷനുണ്ട്. പക്ഷേ അതിന് പുറത്തു പോയി പഠിക്കാൻ സാധിക്കുന്നില്ല. അതിനൊരു കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല. കുഞ്ഞിനെ ഒരിടത്താക്കാനും വയ്യ. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ തന്നെ ഒരു തൊഴിൽ കണ്ടെത്താനേ പറ്റുള്ളൂ. കുഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് എനിക്ക് പുറത്തു പോയി ഒരു തൊഴിൽ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഒരു തൊഴിൽ കണ്ടെത്താമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയെന്നും വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാമെന്നും വീട്ടിൽ തന്നെ ഇരുന്ന് ഇത് വർക്ക് ചെയ്ത് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നും ആ കുട്ടി എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മോള് ധൈര്യമായിട്ടിരുന്നോ, മോളൊരു കാര്യം ചെയ്യ്, നൈറ്റി മോൾക്ക് ബിസിനസ് ചെയ്യണമെന്നല്ലേ ആഗ്രഹം. അങ്ങനെ ഉണ്ടെങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, ആ നൈറ്റി ബേസിക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റി മാത്രം മോളെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ മോൾക്ക് പെട്ടെന്ന് തന്നെ നൈറ്റി പഠിച്ചെടുത്ത് ആദ്യം നമ്മുടെ പരിസരത്തുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുക്കാൻ നോക്കുക. അതിനുശേഷം മോൾ ഓൺലൈനായിട്ട്
ഈ ബിസിനസ് തുടർന്നോളൂ, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വരും. നമ്മൾക്ക് കുറച്ച് ധൈര്യം ഉണ്ടായാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, നമ്മളത് നേടിയെടുക്കും, നമുക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഒരു കോൺഫിഡൻസോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം മോള് ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ, ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഈ പോസ്റ്റിൽ ഇങ്ങനെ പറയാൻ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ്, എന്തൊക്കെയാണോ പഠിച്ചെടുക്കാൻ പറ്റുന്നത് അത് അനുസരിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. കുറച്ച് പേര് എന്നോട് പറഞ്ഞ് ചുരിദാറും കട്ടിങ് ബ്ലൗസും മാത്രം മതിയെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ബേസിക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വേറൊരു ഗ്രൂപ്പ് റെഡിയാക്കാം. കാരണം ചുരിദാറും കട്ടിങ് ബ്ലൗസും മാത്രം പഠിക്കാനുള്ളവർക്ക് വളരെ പെട്ടെന്ന്, അത് കുറച്ച് തയ്യലൊക്കെ അറിയാവുന്നവരായിരിക്കും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയണത്, അവർക്ക് അത് മാത്രം മതി. ഈ ക്ലാസ് അത്രയും നീണ്ടുപോകുന്നവരെ അവർക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യണേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയും നോക്കാം. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് പേര് എന്നോട് പറഞ്ഞൊരു അഭിപ്രായമാണ്, ഞങ്ങളൊക്കെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യുന്നവരാണ്, അപ്പം എന്ത് കാരണം കൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളൊരു കാരണത്തിലെത്തിയത്. അപ്പോൾ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും നാളിട്ട വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എൻ്റെ പാർലറിൽ വരണമെന്നോ, എൻ്റെ കോഴ്സ് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കണമെന്നോ, എൻ്റെ സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഇടയ്ക്ക് എൻ്റെ വീഡിയോ ഒന്നും എല്ലാം ഒന്ന് കണ്ടു നോക്കിക്കൂ. പക്ഷെ ഞാൻ ആരുടെ അടുക്കിലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി വർക്ക് ചെയ്യാം, ഇഷ്ടമുള്ളിടത്ത് പോയി പഠിക്കാം. അതിൽ ആരുടെയും ഒരു അനുവാദത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളാണ് അതിന് തീരുമാനം എടുക്കേണ്ടവർ, അല്ലാതെ ഞാനല്ലല്ലോ തീരുമാനം എടുക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് ആർക്കും, ബാക്കിയുള്ളവർ ചോദിച്ചവർക്കായിട്ടുള്ളൊരു മറുപടിയാണ്, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്തത്. ഞാൻ പഠിച്ചൊരു തൊഴിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാളും ഇത് ഫീസ് വാങ്ങിച്ചു തന്നെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കുട്ടികളെയൊക്കെ നമുക്ക് ഫീസ് തരാൻ നിവൃത്തിയില്ലാത്തവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ അവരുടെ സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഫീസ് അടക്കണ്ട, വന്ന് പഠിച്ചോളൂ എന്ന് പറയാറുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്കിങ്ങനെ ഒരു ആശയം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ആലോചിച്ചു. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, ഞാൻ എന്താണെങ്കിലും പ്രീത എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് കൂടി പകർന്നു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അവർക്കും ആ ഒരു വരുമാനം ഉണ്ടായിക്കോട്ടെ. ഞാൻ അത്ര മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് ഈ കാര്യത്തിൽ. ഞാൻ ഈ കോഴ്സ് പഠിച്ചതും ഈ രംഗത്തേക്ക് വന്നതും എല്ലാം എൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും നീ അങ്ങനെ പഠിക്കണമെന്നും എന്നിലിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹമാണ് എന്നെ കോഴ്സിന് വിട്ടതും. ഞാൻ കുട്ടികളൊക്കെ ജനിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കോഴ്സിന് പോയതും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾ ആരും വിചാരിക്കണ പോലെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്, ഉപകാരമായിട്ടാണ് ഞാൻ ചെയ്തത് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊരു കാരണവശാൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് വരുന്നവർ നിങ്ങളുടെ അടുത്ത് തന്നെ വരും. ഫീസ് തന്ന് പഠിക്കാൻ പ്രാപ്തിയുള്ളവർ ഫീസ് തന്ന് തന്നെ പഠിക്കും. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഇത് ഫീസ് അടക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നവരെ ഒരാളെപ്പോലും ഞാൻ ഫോൺ ചെയ്ത് പറയൂ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇടുകയോ ചെയ്തിട്ടില്ല. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങളൊക്കെ വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ ഈ രംഗത്ത്. പക്ഷെ ഞാൻ വന്നിട്ട് 10-25 വർഷത്തിലേറെയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. അത് ഞാൻ വാക്ക് തരുവാണ്. ആർക്കെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കും ഒക്കെ ഇത് സാധിക്കും. നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ, നിങ്ങൾക്കൊക്കെ ഇത് സാധിക്കും. നിങ്ങൾക്ക് ആർക്കും ഇതിന് പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷൻ ആർക്കും ഇല്ല. ആർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ട. എൻ്റെ കൂട്ടുകാരും എന്നോട് പിണങ്ങുകയും വേണ്ട കേട്ടോ. ഈ ഒരു കാര്യം ഓർത്തിട്ട് ഞങ്ങൾക്ക് ഈ രംഗത്ത് തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ടാണ് എന്നോട് ഇതൊക്കെ ചോദിച്ചത്. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അവർക്കൊരു വേദനയായി കാണുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ ഇത് തുടങ്ങാനായിട്ട് തീരുമാനിച്ചത്.
എന്നാൽ കുറേ ആൾക്കാർ എന്നെ വിളിച്ച് അഭിനന്ദിച്ചവരുമുണ്ട്. നല്ല കാര്യം, വലിയൊരു മനസ്സാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്, അത് ചെയ്യാൻ തീരുമാനിച്ചത്, അതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞവരും എന്നോടുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് വലിയ മനസ്സിനുടമയായിരിക്കും അവരുമൊക്കെ. അപ്പം അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹം ഞാൻ വരത്തില്ല കേട്ടോ. അത് ഞാൻ വാക്ക് തരുവാണ്. ഞാൻ ഈ കുട്ടികളെ, നിവൃത്തിയില്ലാത്ത കുട്ടികളെ ഒന്ന് ഞാൻ പഠിപ്പിച്ചോട്ടെ. നിങ്ങളതിൽ എനിക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകുന്ന വാക്കുകളൊന്നും എന്നോട് പറയരുത് കേട്ടോ. എനിക്കത് സങ്കടമാണ്. അപ്പം ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല. ഓക്കെ. അപ്പോൾ വേറെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ കുട്ടികളോടായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം സജ്ജമാക്കി വെക്കുക. പിന്നെ നിങ്ങൾ അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങളൊരു അഫർമേഷൻ എടുക്കണം. വേറൊന്നുമല്ല, ഞാനിത് പഠിച്ചെടുക്കും, എനിക്കിത് പഠിച്ചെടുത്തേ പറ്റൂ, ഞാനിത് ഈ ഒരു ടോപ്പ് തയ്ച്ചിടും, ഒരു കട്ടിങ് ബ്ലൗസ് ഞാൻ തയ്ച്ചിടും, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരെണ്ണം തയ്ച്ചു കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.